തൊക്കേസ് ബ്ലോക്ക്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് പ്രിസൺ എസ്കേപ്പ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നമ്മൾ അക്കാഡ്സൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ചിടുകയാണ്, പക്ഷെ അത് പറ്റിയില്ല, നമ്മളുടെ കയ്യിൽ റോബോക്സ് കിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് പ്രിസൺ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞിരുന്നില്ല നമ്മളുടെ പ്രിസൺ എസ്കേപ്പ് കളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഗെയിമിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ. ഞാൻ ക്ലൈംബ് ടു ദ ടവറിൻ്റെ 2 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. 3rd എപ്പിസോഡിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് ആക്കും, എന്ത് പറ്റില്ല, അത് ഉറപ്പാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല കേട്ടോ, ഞാൻ ഇത്തിരി തിരക്കായി പോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈസിയുടെ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. എന്നാലും ഞാൻ നിങ്ങൾക്കായിട്ട് കളിച്ച് കാണിക്കാം ഈസി മോഡ്. പോട്ടാ, ഈ ചക്കനെ ഞാൻ എന്തൊരു അടിച്ച് വിടും, ഇഷ്ടമല്ല ഇതിനെ. പോലീസ് ഓഫീസറൊന്നുമില്ല, നമ്മുടെ കേരളയിലെ പോലീസിനൊക്കെ കണ്ടുപിടിക്കാൻ നല്ല ആൾക്കാരാണ്. ഇതിലുണ്ടോ ഒന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ ടോയ്ലറ്റ് പോകാന്നെങ്കിലും ഓർത്ത് ഇവർക്കൊന്ന് ക്ഷമിച്ചു വിട്ടൂടെ. കഷ്ടമല്ലേ. അപ്പം നമുക്ക് ചാടേണ്ട സ്ഥലമെത്തി. ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ചാടണം, അതാണ്. ബസ്സിന് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യും, എന്നിട്ട് അപ്പുറത്തായിട്ട് കുറച്ച് ഗ്രിൽസ് ഇങ്ങനെ പൊങ്ങി വരും, എന്നിട്ട് അതിൻ്റെ വെടിക്കട ഇങ്ങനെ ചാടിപ്പോണം. നമ്മൾ ഇതിലേക്ക് പോയാ കുഴപ്പമില്ല, അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കളിച്ച് ഇതായിക്കണേ ഫസ്റ്റ് ഗൈസ്. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമുണ്ട്, നമ്മൾ ക്യാമറയുടെ മുമ്പ് വെച്ച് എന്ത് കളിച്ചാലും നമുക്ക് ബാഡ് ലക്കാണ്. പക്ഷേ ക്യാമറ ഇല്ലാത്തപ്പോൾ കളിച്ചാലുള്ള അവസ്ഥയോ ഞാൻ ഫുൾ പ്രോ ആയിരിക്കും എന്നാണ് ഞാൻ കളിക്കണേ. ഗൈസ് ഞാൻ ആ പോലീസിനെ ഇടിക്കാൻ പോവാം. ഞാൻ പ്രിപ്പയർ ആവട്ടെ. അതൊന്നെ പരിപാടി, ഞാൻ അടിച്ചിട്ട് വീളു കണ്ട. ഞാൻ പറഞ്ഞില്ല, ക്യാമറയുടെ ഫ്രണ്ട് വെച്ച് ഞാൻ ഭയങ്കര ലാഗാണ്. പക്ഷെ ഇതിൻ്റെ ലൈഫ് കുറയണ്ട, അതാണ്. നമ്മൾ പയ്യെ അങ്ങ് അടിച്ചു തീർത്തോ ഇതിലേക്ക്. ക്യാമറ ഓഫ് ചെയ്തിട്ടാണെങ്കിൽ അതിനും പറ്റില്ല, എനിക്ക് എന്നൊന്നും അറിയില്ല. വീഡിയോ ഇടണം, പക്ഷെ എനിക്ക് പിന്നെ കഷ്ടം കഴിച്ചത് വളരെ കഷ്ടം. വളരെ എന്ന് വെച്ചാൽ വളരെ 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 ക്ഷമിക്കണമെന്നൊരു അതിരില്ലേ. ഇത് നമുക്ക് സുഖമായിട്ട് അങ്ങ് പോവാം. അയ്യോ ഗൈസ്, ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മളവിടുന്ന് ബട്ടൺ ഞെക്കില്ല. പോലീസിനെ കൊല്ലണതിൻ്റെ ഇടയിൽ ഒന്നും പറ്റിയില്ലെന്ന് ചെയ്യേ, കുഴപ്പമില്ല. ഇപ്പം ചെയ്തു. സെല്ലിൻ്റെ ഉള്ളിലൊന്നും ഒക്കെ കയറാൻ പറ്റുവാണെങ്കിൽ അല്ലേ. മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് ആരെങ്കിലും മെസ്സേജ് കമൻറ്റ് ഇട്ടാൽ ഞാൻ അത് കളിക്കും. നിങ്ങൾ പറയണ ഗെയിം ഞാൻ അങ്ങനെ തന്നെ കളിക്കും. GTA 5 GT San Andreas ഏതാണെങ്കിലും ഡോണ്ട് വറി. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പോലീസിൽ നിന്നും നമ്മൾ കൊല്ലും. ഇനി ഷാവലെടുത്ത് ഡിഗ് ചെയ്യണം. ഈ ഡോർ അയ്യോ, സോറി ഗൈസ് ഫോർ ദാറ്റ്. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്.
ഗൈസ് അപ്പോൾ നമ്മളെത്തി. ഇനി ഇവിടെ ഈ പാലം കടന്നു പോകണം. ഇവിടെ അങ്ങനെ വീണാലുള്ള അവസ്ഥ ഇതാണ്. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കണ്ടാവും ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങനെ വീണയാണെന്ന്. ആക്ച്വലി അല്ല, ഞാൻ അറിയാതെ വീണാണ്. ഇപ്പോഴും അറിയാതെ വീണ ഞാൻ നിങ്ങളെ കാണിക്കണമല്ല, നിങ്ങൾ അത് മനസ്സിലാക്കണം. എനിക്കിത് ആക്ച്വലി അറിയില്ല. മൈൻക്രാഫ്റ്റൊക്കെ കളിക്കണമെങ്കിൽ മെസ്സേജ് ഇട്ടോ മതി. നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി, ഫോർട്ട്നൈറ്റ് ഒക്കെയും കളിക്കും. ഓക്കേ, പിന്നെ 99 ആയിട്ട് ലൈനായിട്ടും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടേക്ക്, അത് നമ്മൾ കളിക്കും. ഗൈസ് ഒരു ഉണ്ട ഇപ്പോൾ വരാനുണ്ട്, ആ ഉണ്ടയും കൂടെ വന്നിട്ട് ഗൈസ് അപ്പട്ടാ ഉണ്ട വന്നേക്കുമ്പോൾ പോകണം, ഇല്ലെങ്കിൽ നമ്മളെ ചമ്മന്തിയാക്കും. അയ്യോ വന്നു, ഇനി പോവാം. ഇപ്പൊ ചത്തന ഉണ്ട മേജേറി. കണ്ടോ ഗൈസ്, പ്രോ എപ്പോഴാണ് പ്രോ എന്നും. ആ ഗൈസ് ഇവിടെ ഫൈറ്റിങ്ങാ. ഇവിടെ വേറൊരു ഇരുമ്പ് മനുഷ്യനുണ്ട്. റെഡിയാക്കോ. കണ്ടോ എന്നെ പിടിച്ചോ. അപ്പം ഞാൻ എന്തെങ്കിലും തിരിച്ചിങ്ങ് എടുക്കണ്ടേ? ഇവനൊക്കെ എന്നെ പിടിക്കാറേ. എന്നെ പറ്റേ ക്യാമറ ഉപയോഗിച്ച് എനിക്ക് ലക്ക് ഒട്ടുമില്ല കേട്ടോ. ഇത് ഫൗളാണ്, ഇത് റെഡ് കാർഡ്. ക്യാമറയുടെ മുമ്പ് വെച്ച് ലക്കില്ല എനിക്ക്, ഒട്ടുമില്ല. ഞാൻ സത്യം പറഞ്ഞു. ഇതിന് ഇവിടെ പോയിട്ട് കറക്കണ സംഭവമുണ്ട്, മറ്റേ പൈറേറ്റ്സ് ഒക്കെ ഇല്ലേ, അവരുടെ സ്റ്റിയറിങ് പോലത്തെ സാധനം. പൈററ്റ്സിൻ്റെ ബോട്ടൊക്കെ ഓടിക്കണ ഒരു സ്റ്റിയറിംഗ് ഇല്ല, അങ്ങനത്തെ ഒരു സ്റ്റിയറിംഗ് തിരിച്ചിട്ടുണ്ട്. എന്നാലും ഇത് അപ്പുറത്തെ സൈഡിലൊരു സംഭവം അങ്ങ് ഓപ്പൺ ആവും. കണ്ടിത് ഓപ്പൺ ആവും അവിടുത്തെ ഡോർ. എന്നിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് അങ്ങ് പയ്യെ കയറണം. ചത്തനെ അതായത് പിന്നെയും നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഈ ഒരു മുള്ളമന്നീനെ പോലത്തെ ഈ മുള്ളുള്ള സാധനം കടന്നാണ് ഇനി നമ്മൾ പോണ്ടേ. ഈ ചത്തു മറുകയാ. നമ്മൾ ഇച്ചിരി ഫ്രണ്ടിൽ കയറിയേക്കാം. അതൊക്കെ എത്ര ഉള്ളു. പ്രോ വേറെ ഒരെണ്ണമുണ്ട്, അത് നല്ല ഇതാണ്. എനിക്ക് അത്യാവശ്യം പാടാം ഈ സ്ഥലം. ഇവിടെ നിന്ന് ഒരു എനർജി ബൂസ്റ്റിങ് കുടിച്ച് നമ്മളങ്ങ് പോകണം. ഗെറ്റ്മാൻ പക്ഷെ നമ്മൾ കാം ഡൗൺ ആയിരിക്കണം എപ്പോഴും. കാം ഡൗൺ ആയിരിക്കണം ഗൈസ് എപ്പോഴും. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഗൈസ് കാം ഡൗൺ ആണോ? കാം ഡൗൺ ഇല്ലെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റില്ല. എന്നാ നിനക്ക് നീ കയറോ ഗൈസ്? എന്നെ മുന്നേ ഞാൻ കാം ഡൗൺ ആയി തന്നെ ഇരിക്കണം ഗൈസ്. കണ്ടോ കാം ഡൗൺ കണ്ടോ കാം ഡൗൺ ആയി എപ്പോഴും ഇരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ ചീത്ത പിള്ളേരെ പോലെ ഒച്ച ഒന്നും എടുക്കരുത്. നമ്മൾ നല്ല പിള്ളേരാണ്, നമ്മളിങ്ങനെ ഒച്ച ഒന്നും എടുക്കില്ല, നമ്മൾ പാവങ്ങൾ. കണ്ട കാം ഡൗൺ ആയ നമ്മൾ ഒരു പുലിക്കുഞ്ഞാ. പിന്നെ ഒരു മിനിറ്റ്, എന്താണ് കാം ഡൗൺ എന്തായാലും കണ്ടു ഗൈസ്. പൂച്ച കരഞ്ഞില്ലോട്ട് ഞാൻ തന്നെ അത്.
ഗൈസ് കണ്ടോ, കാം ഡൗൺ ഇരുന്നാൽ മതി നമുക്ക്, പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും ഒരു നല്ല മനുഷ്യനാണ്. നമ്മളിങ്ങനെ ഒച്ചയൊന്നും എടുക്കാൻ പാടില്ല. എന്താ അപ്പുറത്തെ വീട്ടിലെ എക്കണ ഗൈസ്, ഞാനല്ല കേട്ടോ. ഗൈസ് കണ്ട ഇങ്ങനെ കാം ഡൗൺ ആവണം നമ്മൾ എപ്പോഴും. കയ്യിൽ എന്താ ഇന്ന് ഞാൻ ക്യാമറ മഞ്ജുവിൻ്റെ ഓഫ് ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഈ വിൻഡോ തന്നെ അങ്ങ് അടിച്ചോണ്ടിരിക്കുകയാണ്. വിൻഡോ 10 ഗസ് ഞാൻ ഇനി പ്രോ ആവാൻ പോവാം. ഞാൻ പ്രോ ആവാൻ പോവാം. കണ്ട ഞാൻ പറഞ്ഞു പ്രോ ആവാൻ പോവാ. കണ്ടോ നല്ല സ്കിൽസ് ഉണ്ടല്ലോ. ഗൈസ് അത് ഞാൻ നിങ്ങളൊന്ന് വെറുതെ കാണിച്ചേട്ടാ. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തരാം. ഗൈസ് ഇതിൽ ഞാൻ ഒരു ഏറ്റവും അവസാനം എങ്ങനെ ഇനി എനിക്ക് ദേഷ്യപ്പെട്ട് ഞാൻ ഹാക്ക് ചെയ്യും. ഇവിടെ ഒരു ഹാക്കിംഗ് ഉണ്ട് ഗൈസ്. ഇതിൽ മാത്രമല്ല ഹാക്കിംഗ് ഉള്ളത്, വേറെ എണ്ണത്തിലുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹാക്കിങ് എപ്പോഴും ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഗൈസ് ഇനി പോവാൻ നേരത്ത് ഒന്ന് മാറി കേട്ടോ. പോവാൻ നേരത്ത് എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ഇനി അങ്ങനെ വീണ ഞാൻ അന്നേരം ഞാനത് എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ട്. ഈ റോബ്ലോക്സിൽ എനിക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും സുഖമായിട്ട്. എന്നാന്ന് വെച്ചാൽ ഈ ഗെയിം കളിച്ചിട്ട് എനിക്ക് സുഖമായിട്ട് കയറിപ്പോവാം. എങ്ങനെ ഞാൻ താഴെ വീഴുവാണെങ്കിൽ അത് യൂസ് ചെയ്ത് എനിക്ക് പറക്കാൻ പറ്റും. പക്ഷേ ലാഗ്. പക്ഷേ അതൊരു ജെറ്റ് പാക്കില്ല. നമുക്ക് ജെറ്റ് പാക്ക് ഇല്ലാതെ തന്നെ പറക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കൊരു മോഡ് ഇതിൽ ഉണ്ട്. എൻ്റെ അടുത്തുനിന്ന് ജമ്പ് ചെയ്യാനുള്ള ബട്ടണില്ലേ ഈ സ്പേസ്, അതൊന്ന് എപ്പോഴും തെന്നിപ്പോവാ. പിന്നില്ല. അയ്യോ വയറ് എന്നായിരുന്നു ആ കാല്. കണ്ട നമ്മൾ ശാന്തിയോടെ സമാധാനത്തോടെ കളിച്ച നമ്മൾ ജയിക്കും. കണ്ട ജയിക്കും. മുന്നോട്ടങ്ങ് പോകും ഇങ്ങനെ. കണ്ട മുന്നോട്ട് ഞാൻ പോകണുണ്ടോ? നിങ്ങൾക്ക് ഇതൊന്നും പറ്റും ഗൈസ്. ഗൈസ് കണ്ടോ, ശാന്തി വേണം. നമ്മളെപ്പോഴും ഒരു ശാന്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശാന്തി അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ ആവേണ്ടി വരും. ചിലപ്പോൾ മിക്കവാറും ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഇടാൻ നോക്കാം. പോടാ, എന്താടാ പരിപാടിയാ. പിള്ളേരാണല്ലോ ഒരു വിചാരം കൂടി ഇല്ല ആൾക്കാർക്ക്. പിള്ളേരല്ലോ അറ്റ്ലീസ്റ്റ് ഇത് കളിക്കണേ. അതിനൊരു ചെറിയ വിചാരം പോയി. അത്ര ഉള്ളു ഗൈസ്. ക്യാമറ ഒന്ന് സെറ്റാക്കിട്ട് പരിപാടിയല്ലേ.
ശാന്തി സമാധാനം. ഈ ശാന്തി നമ്മുടെ മേത്തുനിന്ന് പോയാൽ നമുക്ക് സംഭവിക്കാൻ പോണത് ഞാൻ ഇതിലങ്ങനെ കളി നോക്കുകയാണെങ്കിൽ നിങ്ങൾ അന്നേരം മനസ്സിലാക്കും എന്താ സംഭവിക്കാൻ പോണത്. ശാന്തി നമ്മുടെ ഉള്ളിൽ മനസ്സൊന്ന് ക്ലീനാക്കും. ഇപ്പം വളരെ ശാന്തിയായിട്ടാണ് ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് കളിക്കുന്നു. എനിക്ക് ലാസ്റ്റ് എത്തുമ്പോൾ ഭയങ്കര പേടിയാണ്. അവിടെ എത്താനാണ് മിക്കവാറും ഞാൻ നോക്കാണ്. ഈ പ്രശ്നമില്ല. വായിലായിട്ട് ഇവിടെ ഒരു സ്പ്രേ എടുത്തേ. സ്പ്രേ കണ്ടോ? ഇപ്പോൾ ഭയങ്കര ലാവൻഡറിൻ്റെ മണം വന്നു. ആക്ച്വലി എൻ്റെ മൂക്ക് അടപ്പാണ്. പക്ഷേ ഈ സ്പ്രേ ലാവൻഡറിൻ്റെ ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വന്നത്. ഈ സ്ഥലം എനിക്കറിയാം. അവിടെ പോയി നമ്മൾ ലാഡർ എടുക്കണം. ഇവിടെ നിന്ന് ഒരു ലാഡർ എടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കണം. അറിയില്ലോ ലാഡർ. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം. ലാഡർ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ഒരു ചാലഞ്ചിങ് ഗെയിം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം കളിച്ചാലോ? ഒരു 2 ടൈപ്പ് ഗെയിംസ്. ഫസ്റ്റുള്ളത് അത് 2 എപ്പിസോഡ് ഉള്ളൂ കേട്ടോ. അതിന് എന്നാന്ന് വെച്ചാൽ ഒരു ഗെയിമിങ് വീഡിയോ പിന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഫസ്റ്റ് ഇടണം ഗെയിമിങ്ങിൻ്റെയാണ്. അതിൽ ഗെയിമിങ്ങിൽ ഞാൻ എങ്ങാനും ഔട്ടായാൽ 10 മുളക്. അതിൽ 5 എണ്ണം എനിക്കും 5 എണ്ണം എൻ്റെ ക്യാമറമാനും. അങ്ങനെയാണ്. എങ്ങനെ ഇനി ലാസ്റ്റിംഗ് വീഡിയോയിൽ ഞാൻ ഔട്ടായ ഓരോരോ പ്രാവശ്യം ചിരിക്കുന്നവരും അത്രയും പ്രാവശ്യം വെച്ച് ഞാൻ അത്രയും മുളക് കഴിക്കും. കൂടെ അറിയാതെ ക്യാമറമാനും നിങ്ങൾ 2 പേര് കഴിക്കും. ഞാൻ സീരിയസ് ആണ്. ഇത് ഞാൻ വാക്കുതരാം. ഗൈസ് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും ഈ ചാനൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ സഹായിക്കണം. ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട്. ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 500 സബ്സ്ക്രൈബേഴ്സാണ്. കിട്ടിയ പോയ ചട്ടി ആവരുത്. ഇനി ഇവിടെ നിന്ന് പോകണം. ഇവിടുന്ന് നേരെ ഒന്ന് പോകണ്ട. നമ്മുടെ സ്ഥലത്ത് ആരെ പുല്ല് വിട്ടിട്ടു. കണ്ടോ? ഇപ്പം നമ്മൾ വന്നു. ക്ലോസ് ദി വാൽവ്സ്. ഗൈസ് ഇവിടുത്തെ വാൽവ് ഇനി അടച്ചു പൂട്ടണം. ഇച്ചിരി എൻ്റെ ഗ്രീൻ സ്ക്രീൻ ഏതോലും എത്തിയിട്ടില്ല ഗൈസ്. സില്ലറിൻ ഫേസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേനെ. അതെന്നാ പുതിയ കീബോർഡ് മേടിക്കാറായിട്ട് എനിക്ക് പണ്ടാലത്തിന് സ്പേസ് ബട്ടൺ മറക്കാനുള്ള മതിയൊക്കെ. പുതിയ കീബോർഡ് മേടിക്കാറായി. അൾട്രാടെക് സുഖമില്ല എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പം എൻ്റെ ഒരു ഗെയിമിംഗ് കീബോർഡ് തന്നെയുള്ളത്. അപ്പോൾ ഇതിനെക്കാട്ടും ഒരു ഇച്ചിരി കൂടി ഹൈടെക് ആയിട്ടുള്ള മേടിക്കാനാണ് എൻ്റെ പ്ലാൻ. അത് പൊളിയായിരിക്കും ഹൈടെക്. ഞാനിപ്പോൾ ഒരു ചാലഞ്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ. നോ റിയാക്ഷൻ ചാലഞ്ചാണ് അത്. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ നമ്മൾ ആ ചാലഞ്ച് ചെയ്യുള്ളൂ കേട്ടോ. 500 സബ്സ്ക്രൈബേഴ്സ് ആവാതെ ആ ചാലഞ്ച് നമ്മൾ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ചെയ്യണം. ഇതെല്ലാം മനസ്സിൽ ചെയ്യണം. നിങ്ങൾ പറയണ ഗെയിമും കളിക്കും പിന്നെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടണം. അത്രേ ഉള്ളൂ.
സിമ്പിൾ പരിപാടി. നിങ്ങൾ എന്തോരം ആൾക്കാരുണ്ട്, ഒന്നാം സബ്സ്ക്രൈബിൽ അങ്ങ് കയറി വയ്ക്കുക, ആ ബെൽ ബട്ടൺ അങ്ങ് അടിച്ചു പൊട്ടിക്കുക, പിന്നെ ആ ഓളെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. നമ്മൾ നേരെ ഇങ്ങോട്ടും ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അന്നേരം അന്നേരം എന്നാ പറ്റണേ, അന്നേരം നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതുപോലെ ആണ് എൻ്റെ പ്ലാൻ ഇപ്പം. ഗായ്സ്, നിങ്ങളെ 500 സബ്സ്ക്രൈബേഴ്സ് ആക്കില്ലേ, ആക്കിയ നിങ്ങൾ പറഞ്ഞ ചാലഞ്ച് നിങ്ങൾ പറയണ ചാലഞ്ചും അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ ചാലഞ്ച് ഞാൻ എന്ത് വെച്ചാലും ഞാൻ ചെയ്യും. സീരിയസാ, ഞാൻ ഒരു വാക്ക് പറഞ്ഞത് വാക്കാട്ടാ. എന്തൊരു ഞാൻ ചെയ്യട്ടോ, അതാണ് എൻ്റെ പവർ. നിങ്ങൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയിക്കോ, ആ ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ മറ്റേ ആ ചാലഞ്ച് വീഡിയോ ഞാൻ ഇടും, ഉറപ്പാണ്. എൻ്റെ ശത്രു വന്നു കേട്ടോ, തുമ്മല. ഇവിടെ ചാവ് എടുക്കുന്നില്ല എനിക്ക്. ഞാൻ പോയില്ല പറഞ്ഞപ്പോ പോയി. ഗൈസ്, ഏതൊരു നൂബ് ഗൈസ് DJ കളിക്കണമെന്നുണ്ട്. ഗൈസ്, ഞാൻ ആ 2 എന്നിൽ കയറി ലെറ്റാണ് ഗൈസ്. അത് മേടിക്കണ്ട, വീട്ടിൻ്റെ അടുത്ത് ഇച്ചിരി പണിക്കാരുണ്ട് സാധനങ്ങൾ, അവരൊക്കെ ഈ കിടന്ന് കേൾപ്പിക്കണമെങ്കിൽ ഒച്ചയാണ്. റൂം സൗണ്ട് പ്രൂഫ് ആക്കണം ഇനി, ഇല്ലെങ്കിൽ ഈ സൗണ്ട് ഇനി കയറിക്കൊണ്ടിരിക്കും. എന്നൊക്കെ അവസാനം എത്തുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇത് ഇവർക്ക് കൊള്ളില്ല. സീമോനെ സീന ഒന്നാമത് അതിൻ്റെ ഉള്ളിൽ ഫുൾ ചാണകക്കുഴിയായി. ഇതിനായിട്ട് ഇപ്പം മണം കൂടെ വന്നു തുടങ്ങി. കണ്ട, ചാണകം മേത്ത് വീണ്ടും വീണു. വീണ്ടും ചാണകത്തിൽ വീണു. എന്നെ കഷ്ടമാവും. നമുക്ക് ലക്ക് ഇല്ല ഒട്ടും. എനിക്കിപ്പോൾ ഉറപ്പിക്കാനേ ഉള്ളൂ. എനിക്ക് ഇനി ഈ പ്രാവശ്യം പ്രോ ആയിട്ട് കഴിഞ്ഞുള്ളൂ. ഇറ്റ്സ് മൈ പ്രോമിസ്. 5 ചാൻസ്. ഇപ്പോൾ 1 ചാൻസ് കഴിഞ്ഞോളൂ. ഇനി 2ാമത്തെ ചാൻസിലാണ് നമുക്ക് പോകണം. എങ്ങാണ്ട് ഞാൻ പൊട്ടിയ 5 ചാൻസിൽ ഞാൻ പൊട്ടിയ എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞതിന് പാസ്വേഡ് ഞാൻ പറയും. എന്നിട്ട് ആ അക്കൗണ്ട് നിങ്ങൾ ആരെങ്കിലും എടുത്തോ, ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങളൊന്നും എടുത്തോ, ചെയ്ട്ടോ അതിൽ. ഗൈസ്, നിങ്ങൾക്ക് ഇത് അക്കൗണ്ടില്ല കേട്ടോ ഗൈസ്. എന്താ പരിപാടി? ഇത് നിങ്ങൾ ഇവിടെ നമ്മളങ്ങ് ചാടും, എന്നിട്ട് അങ്ങോട്ട് പറന്ന് എന്നിട്ട് ഇവിടെ നിന്ന് ചാടി നേരെ അങ്ങോട്ട് അങ്ങോട്ട് എന്നാ പരിപാടി? കാറ്റെന്ന് ഞാൻ നോക്കിട്ട് ഞാൻ നമ്മളിനി മേളിലുള്ള തുളയില്ല, അങ്ങോട്ടാണ് ഉണ്ട്. കണ്ടവാണ് ഇതൊക്കെ സിമ്പിൾ. പ്രൊഫഷണൽസ് നിൽക്കുമ്പോൾ ഇതിനാണ് ഒരു ഷെഫ് ഫുജി നമ്മളെ പിടിക്കാൻ വരും. അവൻ്റെ കയ്യിലുള്ള പാനിലാണെങ്കിലും അവന് മുന്തിരി എല്ലാം എടുത്ത് നമ്മുടെ മെത്തറും. അപ്പോൾ നമ്മൾ ഈ ഫുഡ് സൂക്കെന്നുള്ള തോക്കം കൊണ്ടങ്ങ് പോകണം. തോക്കം കിടക്കണം.
ഗൈസ് കണ്ടോ, ഓറഞ്ച് മുന്തിരി തക്കാളി എല്ലാം പോവും. ബർഗർ വരെ ഇതിന്ന് പോയി തോക്കുന്നു. പോടാ പോടാ പോയി ചാവടാ. ഗൈസ് നമ്മൾ ഡോർ ഓപ്പൺ എന്ന് പറയും മെസ്സേജ് വന്നു. ഗൈസ് കണ്ടോ, ശരിയായിട്ടുണ്ട്. കണ്ടോ, ഇത് വന്നാൽ പിന്നെ പോണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളൊന്ന് തലയും കുത്തി മറയണം, ഇല്ലാണ്ട് പോകില്ല. അപ്പോൾ നമ്മൾ അതിനായിട്ട് തലയും കുത്തി മറിച്ചിട്ടുണ്ട്. സ്പേസ് ചെക്കിയിട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് ആക്കിട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിപ്പോൾ പോയതുണ്ടോ, അങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി. അതിനായിട്ട് ഞാനിപ്പോൾ അങ്ങനെ പോയത്. അത് അറിഞ്ഞുകൊണ്ട് പോയതല്ല, ഇത് അറിയാണ്ട് പോയതാണ്. ഹെയർ കിടന്ന് കറങ്ങണം. ഡാൻസ് ഇൻ ദ മിഡ് എയർ എന്ന് പറയും. അതിന് ഇവിടെ അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ക്യാമറ ഒന്ന് ശരിയാക്കട്ടെ. മേളിലായിട്ട് ലേസറുള്ള നടുക്കേക്കണം. അയ്യോ പോലെ മെറ്റൽ പ്ലാങ്ക്സ് എടുക്കണം. ഇനി നമ്മൾ അങ്ങനെയൊക്കെയുണ്ട് മേളിലോട്ട് പോയി മെറ്റൽ പ്ലാങ്ക്സ് ചെയ്യുക. കേസ് ഇത് ഓർണം എടുത്താൽ പോലെ 3 ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ബുദ്ധിയില്ല. അതുകൊണ്ടാണ് അല്ല എനിക്ക് മാത്രം എന്താ, എനിക്ക് മെറ്റൽ പ്ലാങ്കിൻ്റെ ഇതാണ് ഒട്ടും ഇഷ്ടമുള്ളത്. കൊള്ളില്ലാത്ത പോച്ച സാധനം ഞങ്ങളറിയാം വീണ്ടും കൊടുക്കണം. എനിക്ക് ഇഷ്ടമല്ല ഈ മെറ്റൽ പ്ലാങ്കിൻ്റെ സ്ഥലം, ഒട്ടും കൊള്ളില്ല. ഞാൻ പിന്നെ നിങ്ങളോടൊരു വർക്ക് തന്നു, അക്കട്സിക്കിയുടെ ഡ്രസ്സ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നു. പക്ഷെ 35 റോബക്സ് കയ്യിലില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടേനെ, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. ഇപ്പം അതെടുത്തു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ല, വെയിറ്റ്. ഇതെന്താ അടുത്ത മെസ്സേജ് പോടൊന്നു എന്നാ മെസ്സേജ് ഇത്? അതവിടെ ഇരിക്കട്ടെ, എനിക്കൊന്നും. അയ്യോ ക്ലോസ് റോബ്ലോക്സ് വേണ്ട, ക്ലോസ് റോബ്ലോക്സ് പോലെ ഇത്ര നേരം കളിച്ചത് വെറുതെ എന്നിട്ട് ആരും കൊണ്ട് കളിക്കേണ്ട അവസ്ഥ എനിക്കൊന്നും വയ്യ. ആളുകാർ തല്ലി കൊന്നിട്ട് വന്നേക്കണേ ഞാൻ. വാവ്, പക്ഷേ നമുക്ക് ലക്കില്ലാന്ന് ഇപ്പം മനസ്സിലായോ? പക്ഷെ നമ്മുടെ ഹെൽത്ത് നോക്കിയേ, നമുക്കൊരു മെഗാ റോബോട്ടിനെ കൊല്ലാനുള്ള. അപ്പോൾ ഇത്ര ഹെൽത്ത് വെച്ചുകൊണ്ട് പോയുള്ള അവസ്ഥ ഒന്നും ആലോചിക്കുക. അത് ഏത് തോക്കും കൊണ്ട് ഈ ഫുഡ് സൂക്കെന്നുള്ള ആപ്പിൾ മുന്തിരി എറിയണ തോക്കുന്നുണ്ട്. സൗനൊക്കെ ഉണ്ട് സുഖമായിട്ട് പോയത് ഇത് വെച്ചിട്ട്. എനിക്ക് മാത്രം ലക്കില്ല, ലക്ക് എന്നുള്ള സാധനം എനിക്കില്ല, ഞാൻ ഉറപ്പിച്ചു ഇപ്പം തന്നെ. അതിപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചു, ഈ ലക്കില്ല. ഇങ്ങനെ ഇനി ഒന്നും കൂടി പോകുന്നു. ഇപ്പം ഞാൻ പോയതുണ്ട്, അതെങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ എത്ര ഉള്ളൂ?
അയ്യോ ബോധമാകും. എടാ നീ അവിടെ ഒന്നും ഇരിക്കടാ. അവസ്റ്റ് അപ്പോൾ ചാവാം. ബാ ഗൈസ്, എനിക്ക് ലക്കില്ലാന്ന് ഇപ്പം ഞാൻ ഉറപ്പിച്ചു ഗൈസ്. ഞാൻ ഉറപ്പിച്ചു അറിയുക. എനിക്ക് ഒട്ടും ലക്കില്ല. ഞാൻ എന്നാ ചെയ്യാനാ? നമുക്ക് ഭയങ്കര സെറ്റിൽ ലൈഫ് കേട്ടോ. മിക്കവാറും പീസ് അടിച്ചു കൊടുത്തിട്ടുള്ള അവസ്ഥ എനിക്ക് വരും. ഭാഗ്യം ഗൈസ്, അല്ലെങ്കിൽ ഒരു ഇച്ചിരി നേരം കിട്ടി അപ്പോൾ തന്നെ എൻ്റെ കൈ അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റേ സ്പേസ് ബട്ടണിൽ കയറി പോകും. ഫോർവേഡ് ഞെക്കിയാലോ ഫോർവേഡിന് പകരം അങ്ങോട്ട് വേറെ ഏതെങ്കിലും ബട്ടണിലും പോകും. അങ്ങനെ എപ്പോഴും എന്താണെന്നറിയില്ല, ഒരു ശാപമാണ്. ഗൈസ് കണ്ടോ, ഇതാണ് എപ്പോഴും അതാ. എങ്ങനെ ലക്ക് ഇല്ലാത്തത് കൊണ്ട് തോന്നുന്നു ക്യാമറയുടെ ഫ്രണ്ട് വെച്ചു. എന്നെ പരിപാടിയാണെന്നറിയോ, നമുക്ക് ലക്കില്ലാന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ. കഷ്ടമെന്നറിയോ, ഞാൻ വീണ്ടും മുഴുവൻ പരിപാടിയാണ് ഭ്രാന്ത് പിടിക്കാനായിട്ട്. അത് വീണ്ടും നമുക്ക് ലക്കില്ല. എന്ത് ചെയ്യണം? ലക്ക് കിട്ടുമോ? കഷ്ടായിട്ടോ നമ്മുടെ ലക്കില്ല. ക്യാമറയുടെ ഫ്രണ്ട് വെച്ച് ഇല്ലാത്തപ്പോൾ സുഖമായിട്ട് ഇത് കളിക്കാനേ ഉള്ളൂ. പരിപാടിയല്ലേ ഗൈസ്. ഇപ്പം ലക്ക് വന്നു. ഗൈസ് ലക്ക് വന്നു. ലക്ക് വീണ്ടും പോയി. എന്നാ ചെയ്യണ്ടേ? എന്നാ ചെയ്യണം? എന്നാ പരിപാടി. എങ്ങോട്ടൊക്കെ തെറിച്ചു പോയാൽ അപ്പോൾ തന്നെ ലക്കില്ല. ഇതാ, നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ലക്ക് കിട്ടില്ല ക്യാമറയുടെ ഫ്രണ്ട് വെച്ച് മാത്രം. ഇല്ലാത്തപ്പോൾ ലക്കാ ഫുള്ളി. ഈ പ്രാവശ്യം വീണ്ടും ഇതായി. ലക്കില്ല. അടിച്ചു പൊട്ടിക്കാൻ തോന്നുന്നു. ഇപ്പം തൊട്ടടുത്ത് എന്ത് ഇതെടുക്കണം. അതിന് പേരെന്താ? അതിന് പേരെന്താ? അയ്യോ എൻ്റെ പേരെന്താ? മറ്റേത് സ്കൂളിൽ കൊണ്ടുപോകണം. ബാഗ്, സ്കൂൾ ബാഗ് ഉള്ളിൽ ഒരുപാട് ബുക്കിലിപ്പുണ്ട്. അടിയിൽ പീസ് അങ്ങ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രാവശ്യം ലക്ക് വന്നു. എസ്സിന് വീണ്ടും വേണം. ഇല്ലെങ്കിൽ നമ്മൾ തീർന്നു. നമ്മൾ മറ്റേ അയ്യോ ആ സാധനത്തിന് അടിച്ചു കൊല്ലാൻ പോവാ. റോബോട്ടിനെ. റോബോട്ട്
ഈ ഇവിടെ ഒന്ന് അടിച്ചു പിടിക്കാൻ പറ്റുമോ? ക്യാമറ പണ്ടത് അടിച്ചു കൊടുക്കാം. എടാ പൊട്ടാ, എടാ ബാഡി റോബോട്ട് പോലും അവനൊരു കൈ നമ്മൾ കൂട്ടിച്ചു ഗൈസ്. ഇനി ഇവനെയും കൂടെ ഇങ്ങനെ തീർക്കാം, ഈ കൈ കൂടെ. ആപ്പിൾ മുന്തിരി നമ്മൾ രക്ഷപ്പെടുത്തി ഗൈസ്. എന്നെ വേഗത്തിൽ നമ്മൾ അവനെ കൊന്ന് അത്ര ഉള്ളു. അല്ലെങ്കിൽ ഈ വണ്ടി കേറാക്കാം. ഓക്കെ ഡോണ്ട് വറി. കട അങ്ങോട്ട് ചുടിച്ച് വേറെ ഒന്നും പറ്റില്ല. എസിന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. സെമിനാറിന് ഇറങ്ങാം. അപ്പുറത്ത് ഏണിക്കട പോലാണ് ഇവർ പറഞ്ഞേക്കണേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഒന്നും പോകണം. ഞാൻ ഇങ്ങനെ പോകണം. ഏണിക്കട കയറണം അത്രയ്ക്ക് ഇതല്ലേ, വൈബല്ല എനിക്ക്. ഇവിടെ ഇവിടെ അങ്ങ് പോകണം. ഇവിടെ നിന്ന് ഈ ഒരു എണ്ണ എടുക്കും. അല്ല, നമുക്ക് ഈ എണ്ണയുടെ ആവശ്യം ഇപ്പം ഇന്നത്തിന് ആക്ച്വലി. ഞാൻ വേറൊരു സംഭവം നോക്കട്ടെ. എണ്ണയുടെ ആവശ്യമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ആ വണ്ടിയും കൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിൽ ഒന്ന് കയറിയ പോലെ. ഞാൻ വെറുതെ ആ എണ്ണ എടുക്കാനായിട്ട് അവിടെ നിന്ന് കയറിയില്ല. ഞാൻ കാണിച്ചത് എന്താ ചെയ്യണമെന്ന്. ക്യാമറ കൊണ്ടുപോകണം. ഇത്ര പണി വന്നു. എന്നിട്ട് ഇങ്ങനെ ഇറങ്ങുക, നടക്കുക, അയ്യോ എന്നിട്ട് ഇവിടെ സുഖമായിട്ടൊന്ന് കയറാം. ഞാൻ അങ്ങോട്ട് കയറാനല്ല പറഞ്ഞ. എന്നിട്ട് ഇവിടെ നിന്ന് ചാടുക. വയസ്സത്തുള്ളൂ കണ്ടോ. വെറുതെ അവർ പറഞ്ഞു കടയുടെ ഉള്ളിൽ കയറി എന്ത് ഈണെടുത്തോണ്ട് വരാൻ പോലും. ഇവിടെ വെറുതെയാ പിള്ളേർക്ക്. നിങ്ങൾ ആനിമ കാണുമോ? ആനിമ ആണെങ്കിൽ ഇഷ്ടമുള്ളൊരു ആനിമയുടെ പേര് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നോക്കാം എത്ര ആൾക്കാർ, അല്ല എത്ര പെർസെൻറ്റേജ് ആൾക്കാർ എത്രയൊക്കെ ആനിമ കണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹെലികോപ്റ്റർ ഇനി നമ്മൾ പോലീസോ നോക്കാം. 38 മിനിറ്റ് 2 സെക്കൻഡ്. നമ്മൾ പോലീസ് ഷേക്കായി. പോലീസ് ഷേക്ക്. നമ്മൾ ഇത് നമ്മുടെ സ്ഥലം. ക്ലാസിക് ഫിൽറ്റർ പഴഞ്ച ഹിപ്നോട്ടൈസ്. Check out the game shop for more games like this.
നമ്മൾ പോലീസായി. മിസ്റ്റർ ഫണ്ണി, വെൽക്കം ടു യുവർ ഫസ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് അറ്റ് ദ അപ്പോൾ നമ്മൾ പോലീസായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ആ ബെൽ ബട്ടനും കൂടെ അങ്ങ് അടിച്ചു പൊട്ടിച്ചേക്കുക. അപ്പോൾ ടാറ്റാ.